ഒരുപാട് ഷോയിലൊക്കെ പോയി മൈക്കൊക്കെ പിടിച്ച് ധൈര്യത്തിൽ നിൽക്കുന്ന എന്ത് ഭയങ്കര ടെൻഷൻ. ഞാൻ സഞ്ചിച്ചിട്ട് പറയായിരുന്നു എൻ്റെ കാലും കൈയൊക്കെ വറച്ചിട്ട് പാടില്ല എന്ന്. വേറൊന്നും ഇതിനെ കണ്ടിട്ടല്ല. നമ്മൾ സിനിമകൾ കണ്ടു തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ ഒത്തിരി സിനിമകളെ ഇഷ്ടപ്പെടുന്ന കമൽ സാറിനെ പോലെയുള്ള ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ കണ്ടിട്ടാണ്. അപ്പോൾ സാറിനെ പോലെ അല്ലെങ്കിൽ BKP സാർ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ബീച്ചേട്ടൻ, സന്തോഷ് ചേട്ടൻ്റെ കൂടെ ഞാൻ മുന്നേ ചന്ദ്രേട്ടനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ബെന്യാമിൻ ചേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, സിയാദ് സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ ഒരു ഭാഗ്യമുള്ള ഒരു അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. ആ വേദിയിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് എന്താ പറയണത് അല്ലെങ്കിൽ ഒരു വിറയ്ക്കണ അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് ഞാനുള്ളത്. എന്തായാലും ഒത്തിരി സന്തോഷം ഈ ഒരു ചിത്രത്തിൻ്റെ അയ്യരൻ അറേബ്യയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. എൻ്റെ ക്യാരക്ടർ അതൊരു സർപ്രൈസാണല്ലേ, ഇതുവരെ ഞാൻ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതെന്തായാലും സിനിമ കാണുമ്പം എല്ലാവർക്കും മനസ്സിലാവും. ഒരുപാട് സന്തോഷം ഇക്ക എന്നെ ഈ പ്രോജക്റ്റിൽ വിളിച്ചതിൽ. വളരെ കാര്യമായിട്ട് എന്നെ നേരിട്ട് കണ്ട ആദ്യമായിട്ടാണ് സത്യമായിട്ടും ഒരു ഡയറക്ടർ. ഇപ്പം മറ്റത് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് പറയുക ചെയ്യായിട്ട് വീണ ഇങ്ങനെ ക്യാരക്ടറാണ്, ഈ സംഭവം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ വിളിച്ച ക്യാരക്ടർ പറയണു, നമ്മൾ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അതിലൊക്കെ വ്യത്യാസമായിട്ട് ഇക്ക വിളിക്കുന്നു, നേരിട്ട് ഞങ്ങൾ കണ്ട് സംസാരിക്കുന്നു, കഥ ഇങ്ങനെയൊക്കെയാണ്. അതെന്തുകൊണ്ടാണ് നേരിട്ട് കണ്ടതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായ കഥ പറഞ്ഞപ്പോൾ. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴും മനസ്സിലാവും, എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷെ അത് ഒത്തിരി സന്തോഷം. അന്ന് മുതൽ ഈ സമയം വരെ ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല സുഹൃത്ത്, ഡയറക്ടർ എന്നതിലുപരി എന്ത് കാര്യവും നമുക്ക് എനി ടൈം വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അദ്ദേഹം. നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയതിൽ, ഈ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അതിനപ്പുറം വിക്കി അവിടെ എനിക്കറിയില്ല ഇത് പ്രൊഡ്യൂസറായിരുന്നു, വിക്കിയാണ് പ്രൊഡ്യൂസർ എന്നൊന്നും അറിയില്ലല്ലോ. ഞാനവിടെ ഷൂട്ട് 2-3 ദിവസമായി. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഔട്ട്ഡോർ ഷൂട്ട് നടക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു റെഡ് ബനിയനൊക്കെ ഇട്ടിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നു, മറ്റേ വലിയ മാലയൊക്കെ ഇട്ടിട്ട്. ഇതാരുടെ ഇത്? കുറേ ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അത് നോക്കുമ്പോൾ ചിരിച്ച് കാണിക്കുന്നുണ്ട്. ഓക്കെ ഞാൻ ആരായപ്പോൾ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, ചേട്ടൻ ഇതിൻ്റെ ആരാ? ഓർമ്മയില്ലേ? ചേട്ടൻ ഇതിൻ്റെ ആരാ? അല്ല, ഞാനാ ഇതിൻ്റെ പ്രൊഡ്യൂസർ. കാരണം അത്ര നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ്. സാധാരണ പ്രൊഡ്യൂസർ വരാമെന്ന് പറയുമ്പോൾ ലൊക്കേഷനിൽ അതാ പ്രൊഡ്യൂസർ വരുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ വിക്കി അങ്ങനെയല്ല. വിക്കി ഫുൾ ഡേ അവിടെ വിക്കിയുടെ തന്നെ കുറേ സ്റ്റാഫുകളും വിക്കിയും എന്താ പറയുക ഒരു ആഘോഷം പോലെയാണ്. നമുക്കൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഭയങ്കര ഒരു ലൊക്കേഷനിൽ നമ്മൾ ഭീതിയോടുകൂടി നിൽക്കുന്നത്, പ്രൊഡ്യൂസർ വരുന്നു എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള ആ സാധനം ഇല്ലാണ്ട് എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്ത്, അതിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് പ്രൊഫഷണൽ ആൾക്കാരോട് ഇരുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഭയങ്കര ഒരു നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഇതല്ലാതെ എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതാണ് എൻ്റെ പ്രിയ സുഹൃത്ത് വഴി. അപ്പോൾ ഒരുപാട് അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് ഈ ലെവലിൽ എത്തിയതാണ്. എനിവേ ബെൽത്തായി സിനിമാസിന് എല്ലാവിധ ആശംസകളും. ഇനിയുള്ള എല്ലാ പടങ്ങളിലും മറക്കാണ്ട് വിളിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. വന്നിരിക്കുന്ന മീഡിയ, ബാക്കിയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, അനുഗ്രഹിക്കുക. താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.